Hello all, welcome to News in 360 Degree by Civils 360 IAS Academy. സോ ഇന്നത്തെ എഡിറ്റോറിയൽ പേജിൽ ഒരു ന്യൂസ് ഉണ്ട്. JNUലെ പഴയ VC ആയിരുന്ന ജഗദീഷ് കുമാർ എഴുതിയതാണ്. പുള്ളി ഇപ്പോൾ UGCയുടെ ചെയർമാനുമാണ്. സോ 2020 ഉണ്ടായിരുന്ന ഒരു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ പറ്റി കേട്ടിട്ടുണ്ടോ? 2020 പുതിയതായിട്ട് വന്ന NEP. സോ ഈ NEPയിലുള്ള ഒരു ഫ്രെയിംവർക്ക് ആണ് നാഷണൽ ക്രെഡിറ്റ് ഫ്രെയിംവർക്ക്. ഈ നാഷണൽ ക്രെഡിറ്റ് ഫ്രെയിംവർക്ക് അഡോപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ NEPക്കെതിരെയൊക്കെ വരുന്ന ക്രിറ്റിസിസംസിനെ അഡ്രസ് ചെയ്തുകൊണ്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. അപ്പൊ ഈ നാഷണൽ ക്രെഡിറ്റ് ഫ്രെയിംവർക്ക് എന്താണെന്ന് നോക്കാം. കോളേജിൽ പഠിക്കുന്ന ടൈമിൽ ക്രെഡിറ്റ് ബേസ്ഡ് സിസ്റ്റം ആയിരുന്നോ ഉണ്ടായിരുന്നത്? കോളേജിൽ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ് CBCS എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ക്രെഡിറ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ലേണിംഗ് ആവേഴ്സ് ബേസ് ചെയ്ത് നമുക്ക് കുറച്ച് ക്രെഡിറ്റ്സ് കിട്ടും. അത് എന്താ പറയാ, സബ്ജക്ട് സ്പെസിഫിക് ആയിരിക്കില്ല. ഞാൻ ഇംഗ്ലീഷിൽ ഡിഗ്രി എടുക്കാണെന്ന് വിചാരിച്ചു, എനിക്ക് മ്യൂസിക് കൂടെ പഠിക്കണം. മ്യൂസിക് അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് എനിക്ക് ആ കോഴ്സ് എടുക്കാം. അതിന്റെ ക്രെഡിറ്റ്സ് കൂടി എനിക്ക് അവൈലബിൾ ആയിരിക്കും. ആൻഡ് ഒരു പെർട്ടിക്കുലർ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ പാസ് ചെയ്യാൻ ഇവർ പറയുന്ന ഒരു ക്രെഡിറ്റ് ലിമിറ്റ് ഉണ്ട്. അത്രയും ക്രെഡിറ്റ്സ് എവിടെന്നെങ്കിലും ഒക്കെ, അതായത് ലേണിംഗ് ആവേഴ്സ് ആയിരിക്കാം, യോഗ, മ്യൂസിക്, അല്ലെങ്കിൽ ലാബ് വർക്ക്, എന്തെങ്കിലും ഒക്കെ ചെയ്ത് എനിക്ക് ആ ക്രെഡിറ്റ്സ് കിട്ടും. ആ ക്രെഡിറ്റ്സ് എനിക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. പിന്നീട് എനിക്കത് മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക്, എനിക്കിപ്പോൾ കോളേജ് ട്രാൻസ്ഫർ ചെയ്ത് പോകണമെങ്കിൽ മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഈ ക്രെഡിറ്റ്സ് റിഡീമബിളും ആണ്. അതാണ് ബേസിക്കലി ഈ ഒരു നാഷണൽ ക്രെഡിറ്റ് ഫ്രെയിംവർക്കിന്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. സോ enable seamless integration and coordination across regulators and institutions to enable broad-based, multidisciplinary, holistic education across sciences, social sciences, arts, humanities and sports. ഇപ്പോൾ ഇതുവരേക്കുള്ള ക്രെഡിറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല, സ്റ്റോർ ചെയ്യാൻ പറ്റും. നമുക്ക് ക്രെഡിറ്റ്സ് അവൈലബിൾ ആയിരിക്കും, പക്ഷെ അത് എന്താ പറയാ, മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാനോ റിഡീം ചെയ്യാനോ പറ്റില്ല. ഇറ്റ് അലൗസ് ഇമാജിനേറ്റീവ് ആൻഡ് ഫ്ലെക്സിബിൾ കരിക്കുലർ സ്ട്രക്ചേഴ്സ്. അതാണ് ഈ പറയുന്നത് ഇന്റർഡിസിപ്ലിനറി ആയിട്ടുള്ളത്. ഇപ്പം ഇംഗ്ലീഷിന്റെ കൂടെ വേറെ എന്തെങ്കിലും ഒക്കെ സബ്ജക്ട്സ് എനിക്ക് പഠിക്കണമെങ്കിൽ ഐ കൻ ചൂസ്. ചോയ്സ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്രെഡിറ്റ് സിസ്റ്റം ആണ് എൻവിഷൻ ചെയ്യുന്നത്. ഇറ്റ് എനേബിൾസ് ക്രിയേറ്റീവ് കോമ്പിനേഷൻസ് ഓഫ് ഡിസിപ്ലിൻസ്, ഇന്റഗ്രേഷൻ ഓഫ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് സ്കില്ലിംഗ് ഇൻ ടു അക്കാഡമിക്സ്. അതായത് ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ സ്കിൽ ബേസ്ഡ് വൊക്കേഷണൽ എഡ്യൂക്കേഷന്റെയും അല്ലാത്ത അക്കാഡമിയുടെയും ആ ഒരു ഗ്യാപ്പ് ഒക്കെ ബ്രിഡ്ജ് ചെയ്യാനും കൂടിയിട്ടാണ് അതിന് എനേബിൾ ചെയ്യുന്ന ഒരു ഫ്രെയിംവർക്ക് ആണ് നാഷണൽ ക്രെഡിറ്റ് ഫ്രെയിംവർക്ക്. പിന്നെ ഈ ക്രെഡിറ്റ്സ് എല്ലാം നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു ബാങ്ക് ഉണ്ട്. ഇറ്റ്സ് കോൾഡ് ABC, അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ്. നമ്മളൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന പോലെ തന്നെ ABC-യിൽ നമ്മളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യും, നമ്മുടെ ക്രെഡിറ്റ്സ് അതിൽ സ്റ്റോർഡ് ആയിരിക്കും. ഇറ്റ്സ് എ നാഷണൽ ലെവൽ ഫെസിലിറ്റി വിച്ച് പ്രൊമോട്ട്സ് ദ ഫ്ലെക്സിബിലിറ്റി ഓഫ് കരിക്കുലം ഫ്രെയിംവർക്ക്. പിന്നെ അക്കാഡമിക് മൊബിലിറ്റി എനേബിൾ ചെയ്യും വിത്ത് അപ്രോപ്രിയേറ്റ് ക്രെഡിറ്റ് ട്രാൻസ്ഫർ മെക്കാനിസം. ഇതെല്ലാം പ്രോപ്പർലി എന്താ പറയാ, ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ആയിട്ടില്ല, വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പിന്നെ അതുകൂടാതെ ഇന്നത്തെ ന്യൂസിലും ഇന്നത്തെ എഡിറ്റോറിയലിലും ഉണ്ട്, സുപ്രീം കോർട്ടിന്റെ ഒരു കമന്റ് ഉണ്ടായിരുന്നു. അതായത് ചൈൽഡ് പോർണോഗ്രഫി എന്ന് പറഞ്ഞ് റിയലൈസ് ചെയ്യരുത്, അതിനെ എന്തെന്ന് വിളിക്കാം, ചൈൽഡ് സെക്ഷൽ എക്സ്പ്ലോയിറ്റേറ്റീവ് ആൻഡ് അബ്യൂസ് മെറ്റീരിയൽ എന്ന് വേണം അതിനെ റെഫർ ചെയ്യാൻ. ജഡ്ജ്മെന്റ്സിലായാലും ലീഗലി ആയാലും അതിന് ചൈൽഡ് പോർണോഗ്രഫി എന്ന് വിളിച്ച് റിയലൈസ് ചെയ്യരുത്. ഇൻഫാക്ട് ഈ മെറ്റീരിയൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് മാത്രമല്ല, അത് വ്യൂ ചെയ്യുന്നതും ക്രൈമാണ് എന്ന് കോടതി പറഞ്ഞു. സോ ആ കോണ്ടെക്സ്റ്റിൽ പോക്സോനെ പറ്റിയിട്ട്, പോക്സോയുടെ ഫുൾ ഫോം Protection of Children Against Children from Sexual Offences Act, POCSO. So it's the first comprehensive law in the country dealing specifically with sexual abuse of children. ഇതിന്റെ നോഡൽ മിനിസ്ട്രി എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ്. സോ ഇത് നമ്മൾ എനാക്ട് ചെയ്യുന്നത് ഇസ് ഓൾസോ പാർട്ട് ഓഫ് ദ റാറ്റിഫിക്കേഷൻ ഓഫ് UN കൺവെൻഷൻ ഓൺ ദ റൈറ്റ്സ് ഓഫ് ചൈൽഡ് ഇൻ വിച്ച് വാസ് സൈൻഡ് ബൈ ഇന്ത്യ in 1992. ഈ സൈനിങ്ങും റാറ്റിഫിക്കേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മളൊരു കൺവെൻഷൻ സൈൻ ചെയ്യുന്നു, അത് റാറ്റിഫൈ ചെയ്യുന്നു, അത് രണ്ടാണ്. എന്താണ് വ്യത്യാസം? അതെ, റാറ്റിഫൈ ചെയ്യാന്ന് പറയുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അപ്രോപ്രിയേറ്റ് മെക്കാനിസംസ് ലീഗൽ ആയിരിക്കാം,
ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള മെക്കാനിസംസ് കൂടി കൊണ്ടുവന്ന് അതിനെ ആക്ച്വലി എന്താ പറയാ ടു ബ്രിങ് ഇറ്റ് ടു പുട്ട് ഇറ്റ് ഇൻ ഫോഴ്സ്. അതാണ് റാറ്റിഫിക്കേഷൻ. സൈനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് അത് അഡോപ്റ്റ് ചെയ്യുന്നു, നമ്മൾ ഫോർമലി സൈൻ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് റാറ്റിഫൈ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ പോക്സോ ആക്ട് എനാക്ട് ചെയ്തിട്ടുള്ളത്. ഒരു 2019 അമെന്റ്മെന്റ് ഉണ്ടായിരുന്നു ഈ ചൈൽഡ് സെക്ഷൽ കേസിൽ സെക്ഷൽ റൈറ്റ്സിൽ ഡെത്ത് പെനാൽറ്റി വരെ അവോർഡ് ചെയ്യാനുള്ള ഒരു അമെന്റ്മെന്റ് ഉണ്ടായിരുന്നു. ചൈൽഡ് എന്ന് പറയുന്നത് സ്പെസിഫിക്കലി ഒരു ഒഫൻസ് ആയിട്ട് ഈ ലോയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ടൈം ലിമിറ്റ് ഫോർ റിപ്പോർട്ടിംഗ് അബ്യൂസ്. എത്ര ഇയേഴ്സ് കഴിഞ്ഞിട്ടായാലും confidentiality of victim's identity, periodic police verification and background check of every employee who might interact with the child, right to life and survival of a child. ഇത്രയുമാണ് ഈ ആക്ടിന്റെ കീ ഫീച്ചേഴ്സ്. സോഷ്യൽ ജസ്റ്റിസ് GS2 സോഷ്യൽ ജസ്റ്റിസിലാണ് ഇത് വരുന്നത്. പിന്നെ ഇത് കൂടാണ്ട് നമുക്കൊരു നാഷണൽ കമ്മീഷൻ ഉണ്ട് ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് ചൈൽഡ്, NCPCR. കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ആർട്ടിക്കിൾ 21 പഠിക്കുമ്പോൾ ആർട്ടിക്കിൾ 21A എന്താണ്? റൈറ്റ് ടു എഡ്യൂക്കേഷൻ. അതിന്റെ ഈ RTക്ക് കീഴിലുള്ള കംപ്ലൈന്റ്സ് ഒക്കെ കേൾക്കുന്നത് ഈ ഒരു ബോഡിയാണ്, നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് ചൈൽഡ്, NCPCR എന്ന് പറയും. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഒരു കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് എന്ന് പറഞ്ഞൊരു ആക്ട് പ്രകാരം നിലവിൽ വന്നിട്ടുള്ള ഒരു ബോഡിയാണ്. സോഷ്യൽ ജസ്റ്റിസിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അടുത്തത് ഒരു സമ്മിറ്റ് ഉണ്ടായിരുന്നു, ഏഷ്യൻ ഓർഗനൈസേഷൻ ഓഫ് സുപ്രീം ഓഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഈ സുപ്രീം ഓഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് ഇന്ത്യയിലെ ഓഡിറ്റ് നടത്തുന്ന ഏറ്റവും സുപ്രീം ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ്? ഓഫീസ് ഓഫ് CAG, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ഇതുപോലെ മറ്റ് സുപ്രീം ഓഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഒക്കെ ഒരു സമ്മിറ്റ് പോലെ ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ CAG ആയിരുന്നു ഹോസ്റ്റ് ചെയ്തത്. അവിടെ നമ്മുടെ പ്രസിഡന്റ് സംസാരിച്ചിട്ടുണ്ട്. സോ auditors must ensure digital infrastructure is open to all. So CAG എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഓഫീസാണ്. ഇറ്റ്സ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. ആർട്ടിക്കിൾ 148 പ്രകാരമാണ് നിലവിൽ വന്നത്. ഇത് പോളിറ്റിയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പൊ ജസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഹെഡ് ഓഫ് ഇന്ത്യൻ ഓഡിറ്റ്സ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ്. നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും സെൻട്രൽ ഗവൺമെന്റിന്റെ ഒക്കെ എക്സ്പെൻഡിച്ചർ ഓഡിറ്റ് ചെയ്യുന്നത് CAG ആണ്. CAG റിപ്പോർട്ട് പാർലമെന്റിന് സമർപ്പിക്കുകയും CAGയുടെ റിപ്പോർട്ടിന്റെ ബേസിസിലാണ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറിന്റെ എന്താ പറയാ പ്രോപ്പർ ആയിട്ടാണോ എക്സ്പെൻഡിച്ചർ നടന്നത്, ലാബ്സ് വന്നിട്ടുണ്ടോ, ഇതെല്ലാം നമ്മൾ അറിയുന്നത് ഈ CAG റിപ്പോർട്ട്സ് പ്രകാരമാണ്. So he is the guardian of public purse and controls the entire financial system of the country both at union and state levels. Appointed by the President of India. അപ്പോൾ ഈ CAGയുടെ റോള് സിലബസിൽ ശരിക്കും അപ്പോയിന്റ്മെന്റ് ടു വേരിയസ് കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ്, പവേഴ്സ്, ഫങ്ഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് വേരിയസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് തന്നെയുണ്ട്. സോ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റിന്റെയും ഓഫീസിന്റെയും എന്താണ്, ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്, അവരുടെ റോൾ എന്താണ്, ഫംഗ്ഷനിങ്ങിൽ വരുന്ന ഇഷ്യൂസ് എന്താണ്, ലിമിറ്റേഷൻസ് എന്താണ്, സ്കോപ്പ് ഉണ്ടോ, ഇനിയും എക്സ്പാൻഡ് ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ടോ, ഇതെല്ലാം മീൻസ് പെർസ്പെക്ടീവിൽ ഓർത്ത് വെക്കണം. പ്രിലിംസ് പെർസ്പെക്ടീവിൽ ജസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആണ്, ആർട്ടിക്കിൾ ഏതാണ് അത്രയൊക്കെ ഓർത്ത് വെച്ചാൽ മതി. പിന്നെ എന്താണ് ഫംഗ്ഷൻസ് എന്നുള്ളത് ജനറലി സ്റ്റേറ്റ്മെന്റ്സ് തന്നാൽ പൊതുവെ ജനറൽ സ്റ്റേറ്റ്മെന്റ്സ് ആയിരിക്കും എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും സോ അത് ഓർത്ത് വെച്ചാൽ മതി. സോ ഈ ഓഡിറ്റേഴ്സ് മസ്റ്റ് എൻഷുർ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഇസ് ഓപ്പൺ ടു ഓൾ എന്ന് പറയുമ്പോൾ എന്താണ് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ? ഇപ്പൊ നമ്മൾ ഈ ഡിജിറ്റൽ ഇന്ത്യയിലേക്കൊക്കെ, ഡിജിറ്റൽ ഇന്ത്യ നമ്മുടെ ഒരു മിഷൻ ആണല്ലോ, വികസിത് ഭാരത് 2047 ഡിജിറ്റൽ ഇന്ത്യ വരുമ്പോൾ ഈ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഇൻക്ലൂസിവിറ്റി അത് ഉറപ്പുവരുത്താനും ചെക്ക് ചെയ്യാനും CAGസിന് കഴിയും എന്നാണ് പറയുന്നത്. മാത്രമല്ല ഇപ്പൊ ഈ ഓഡിറ്റിംഗ് പ്രോസസ്സിലേക്ക് നമ്മളിപ്പോ ഈ ഡിജിറ്റൽ
എന്താ പറയാ AI ഒക്കെ ഇൻകോപ്പറേറ്റ് ചെയ്താൽ കുറച്ചുകൂടി ആക്സസിബിലിറ്റി കൂട്ടാൻ പറ്റും എന്നും ഒക്കെ ഒപ്പീനിയൻ ഉണ്ട്. അതായത് ഇപ്പം ഈ ഓഡിറ്റിംഗ് നടക്കുന്ന ഒരു ടോപ്പ് ലെവലിലാണല്ലോ. ഇപ്പൊ നമ്മുടെ ഗ്രൗണ്ട് ലെവലിൽ നമ്മുടെ സിറ്റിസൺസിന് ഒരു പാർട്ടിസിപ്പേറ്ററി രീതിയിൽ ഓഡിറ്റിംഗ് നടത്താനായിട്ടുള്ള മെക്കാനിസംസ് പൊതുവെ കുറവാണ്. സോഷ്യൽ ഓഡിറ്റിനെ പറ്റി കേട്ടിട്ടുണ്ടോ? സോഷ്യൽ ഓഡിറ്റ്സ് എന്ന് പറയുമ്പോൾ സൊസൈറ്റീസ് ഓഡിറ്റിംഗ് അത് തന്നെയാണല്ലോ സംഭവം. അതായത് ഈ മെഗ്നറേഗ ആക്ട് ഇല്ലേ, നമ്മുടെ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ആക്ട്, തൊഴിലുറപ്പ്, ഈ മെഗ്നറേഗയുടെ കീഴിൽ സോഷ്യൽ ഓഡിറ്റ് ഒരു പ്രൊവിഷൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഫണ്ട് കൊടുക്കുന്നതും പ്രോപ്പറായിട്ട് മെഗ്നറേഗയുടെ കീഴിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്നൊക്കെ ഉള്ളതും പഞ്ചായത്ത് ലെവലിലൊക്കെ ഓഡിറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഈ ആക്ടിന്റെ കീഴിലുണ്ട്. അപ്പൊ ഇതുപോലെ നമുക്കിപ്പോ കുറച്ചുകൂടെ റിയൽ ടൈം ആയിട്ട് ഓഡിറ്റിംഗ് ഒക്കെ നടത്താനായിട്ട് ഈ പറയുന്ന ഡിജിറ്റൽ ടെക്നോളജിയുടെ ഇൻകോപ്പറേഷൻ ഓഡിറ്റിംഗിൽ കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും എന്നൊക്കെ ഒപ്പീനിയൻ വരാറുണ്ട് ഇടയ്ക്ക്. സോ അത്രേ ഉള്ളൂ CAG. പിന്നെ അടുത്തത് PLFS സർവേ ഡേറ്റ വന്നിട്ടുണ്ട്. PLFS സർവേ നടത്തുന്നത് ലേബർ ബ്യൂറോ ആണ്. ലേബർ ബ്യൂറോ ഇസ് അണ്ടർ മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്. അപ്പൊ ഇപ്രാവശ്യത്തെ ഡേറ്റയിൽ പറഞ്ഞേക്കുന്ന വെച്ചാൽ നോ മേജർ ചേഞ്ച് ഇൻ അൺഎംപ്ലോയ്മെന്റ് റേറ്റ്. ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് 41.7% ആയിട്ടുണ്ട്. ഇവർ കമ്പയർ ചെയ്തേക്കുന്നത് 2000 അത് കൂടിയിട്ടുണ്ട്. അൺഎംപ്ലോയ്മെന്റ് റേറ്റിൽ മാറ്റമില്ല. ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് കൂടിയിട്ടുണ്ട്. 37% ആയിരുന്നു. ഇവർ കമ്പയർ ചെയ്തിട്ടുള്ളത് 2017-18 ലെവൽസ് എന്നാണ്. അവിടെ ഉണ്ട് 17-18 ലെവൽസിൽ 17-18 23.3 ആയിരുന്നു. ഇപ്പൊ 41.7 ആയിട്ടുണ്ട്. സോ എന്താണ്, അഗ്രികൾച്ചർ ഒരു സെക്ടർ ആണ് മോസ്റ്റ്ലി ഉള്ളത്. കാരണം അൺപെയ്ഡ് ഫാമിലി ലേബറും ഒക്കെ വരുന്നുണ്ടല്ലോ സ്ത്രീകളുടെ. അഗ്രികൾച്ചർ പ്രൈമറി സെക്ടറിൽ കൂടുതൽ കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഓക്കെ, സോ ഒരു കൺട്രിയുടെ ലേബർ ഫോഴ്സ് എന്ന് പറയുന്നത് ഇത് സെന്റർ ഫോർ മോണിറ്ററിംഗ് ഓഫ് ഇന്ത്യൻ എക്കോണമി CMIയുടെ ഡെഫിനിഷൻ പ്രകാരം ലേബർ ഫോഴ്സ് കൺസിസ്റ്റ് ഓഫ് പീപ്പിൾ who are 15 years or older and belong to either of the following two categories. ഒന്ന് are employed, അതല്ലെങ്കിൽ are unemployed but are willing to work and are actively looking for work. അതായത് ലേബർ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഒന്ന് എംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർ, അത് കൂടാണ്ട് എന്താണ് നമ്മളെ പോലെയൊക്കെ ഉള്ളവർ. we are unemployed but we are looking for work and we are actively searching for it. We are willing to work and we are looking for it. സോ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ന് പറയുന്നത് ശരിക്കും ഈ പറഞ്ഞ അൺഎംപ്ലോയിഡ് ഇല്ലേ, ദ പീപ്പിൾ ഹു ആർ അൺഎംപ്ലോയിഡ്, അത് ഈ ടോട്ടൽ ലേബർ ഫോഴ്സിന്റെ എത്ര ശതമാനമാണ് എന്നുള്ളതാണ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ്. അതായത് നമ്പർ ഓഫ് അൺഎംപ്ലോയിഡ് ഇൻഡിവിജ്വൽസ് ബൈ ടോട്ടൽ ലേബർ ഫോഴ്സ് ഇൻടു 100. ആ ഒരു പെർസെന്റേജ് ആണ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ്. അതായത് ഇപ്പൊ നമ്മൾ വില്ലിംഗ് അല്ല വർക്ക് ചെയ്യാൻ, വർക്ക് നോക്കുന്നില്ല എങ്കിൽ നമ്മൾ ഇതിൽ വരില്ല, ലേബർ ഫോഴ്സിലും വരില്ല. സോ ലേബർ ഫോഴ്സിന്റെ എത്ര ശതമാനം അൺഎംപ്ലോയിഡ് ആണ്, അതാണ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ്. സോ എക്കണോമിക് സർവേ പ്രകാരം കറന്റ്ലി നമ്മുടെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് 3.2% ആണ്. സോ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കമ്പ്യൂട്ട് ചെയ്യുന്ന മെത്തഡോളജി ഒക്കെ മീൻസിന് 2023 ക്വസ്റ്റ്യൻ ആണിത്. മോസ്റ്റ് ഓഫ് ദ അൺഎംപ്ലോയ്മെന്റ് ഇൻ ഇന്ത്യ സ്ട്രക്ചറൽ ഇൻ നേച്ചർ. ഈ സ്റ്റേറ്റ്മെന്റിനെ എക്സ്പ്ലെയിൻ ചെയ്യണം. Examine the methodology adopted to compute unemployment in the country and suggest improvements. 2023 ചോദിച്ച ചോദ്യമാണ്. ഈ മെത്തഡോളജി ഒക്കെ എക്കണോമിക്സ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് എടുക്കും. എക്സാമിനാണ് ചോദിച്ചേക്കുന്നത്. അതായത് ഈ മെത്തഡോളജിയുടെ ലിമിറ്റേഷൻസ് എന്താണ്, എന്തൊക്കെ ചെയ്യാം അതിനെ നേരെയാക്കാൻ, ഇതൊക്കെ ക്ലാസ്സിലെടുക്കും. അതുകൂടാണ്ട് പിന്നെ Taiwan becomes the first Southeast Asian nation to legalize same-sex marriage. First Asian country ഏതായിരുന്നു 2019 same-sex marriage legalize ചെയ്തത്? Taiwan ആയിരുന്നു ഫസ്റ്റ് ഏഷ്യൻ കൺട്രി. 2019 same-sex marriage legalize ചെയ്തു. ഇന്ത്യയിൽ ഇതുവരെ legalize ചെയ്തിട്ടില്ല. ഇപ്പൊ തായ്ലാൻഡ് ചെയ്തിട്ടുണ്ട്.